ഹായ് ഓൾ. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ മോഷനിലെ അടുത്ത സം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ, എ 3 meter long ladder weighing 20 kilogram leans on a frictionless wall. Its feet rest on the floor 1 meter from the wall. Find the reaction force of the wall and the floor. ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഫിഗർ പ്രകാരം നിങ്ങൾക്ക് റെഫറൻസ് എടുക്കാം. ദിസ് പോയിന്റ് ബി വേർ എ റിയാക്ഷൻ ഫോഴ്സ് F1 ഈസ് ആക്ടിങ് ആൻഡ് ദ പോയിന്റ് എ വേർ യു വിൽ ഫൈൻഡ് എ റിയാക്ഷൻ ഫോഴ്സ് N. ഓക്കെ, ഇനി ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ F2 എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. എന്നാൽ F1 അവിടെ റിയാക്ഷൻ ഫോഴ്സ് മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ മറ്റ് ഫോഴ്സുകളൊന്നും ഉണ്ടാകില്ല. ദാറ്റ് മീൻസ് ആ ഒരു ഫോഴ്സ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാനും നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോണത്. 2 ടൈപ്പ് ഈക്വിലിബ്രിയം നമ്മളൊന്ന് അനലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ കണ്ടെത്തും. അതിൽ ട്രാൻസ്ലേറ്ററി ഈക്വിലിബ്രിയം അനലൈസ് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഒന്ന് F1 ആണ്, ഒന്ന് F ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദെയർ വെക്ടർ സം 0 ആയിരിക്കും, കാരണം ഈക്വിലിബ്രിയം ആണല്ലോ. അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഈക്വിലിബ്രിയം അലോങ് ദി വെർട്ടിക്കൽ നമ്മൾ നോക്കുന്ന സമയത്ത് N ആണ്, W ആണ്. N മേലോട്ടും W താഴോട്ടുമാണ്. അപ്പോൾ വെക്ടർ സം അതും എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഇങ്ങനെ എഴുതാം. കണ്ടീഷൻ ഫോർ ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയം. കണ്ടീഷൻ ഓഫ് എന്താണ്? ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയം. ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മളൊന്ന് നോട്ട് ചെയ്താൽ അതിലൊന്ന് F1 മൈനസ് F ഈസ് ഈക്വൽ ടു 0, ഇക്വേഷൻ നമ്പർ 1. 2 N മൈനസ് W ഈസ് ഈക്വൽ ടു 0, ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷനും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. F1 ഈസ് ഈക്വൽ ടു F ആണ്, N ഈസ് ഈക്വൽ ടു W ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പിക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയം കണ്ടീഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ റൊട്ടേഷണൽ ആസ്പെക്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ റൊട്ടേഷണൽ ആസ്പെക്റ്റ് പരിശോധിക്കാൻ വേണ്ടി ഞാൻ റെഫറൻസ് എടുക്കാൻ പോകുന്നത് ഈ പോയിന്റിനെയാണ് കേട്ടോ. ഓക്കെ, സോ ഇഫ് സോ കണ്ടീഷൻ ടു റൊട്ടേഷണൽ ഈക്വിലിബ്രിയം. ഓക്കെ, റൊട്ടേഷണൽ ഈക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ റെഫറൻസ് ഞാൻ എടുത്തിരിക്കുന്നത് ആ എ എന്ന് പറയുന്ന പോയിൻ്റ് ആകുമ്പം നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു ടോർക്ക് ഇയാൾ കൊടുക്കും ആ ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ്. ഒരു ടോർക്ക് ഇയാൾ ഇങ്ങോട്ട് കൊടുക്കും. ഏത് ഡയറക്ഷനിൽ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ നമുക്കറിയാമല്ലോ, ആ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ കൺസെപ്റ്റ്. അതായത് റൊട്ടേഷണൽ ഈക്വിലിബ്രിയം നമുക്ക് പറയണമെങ്കിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പം F1 ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 2√2 എന്ന് ഫിഗറിൽ തന്നിട്ടുണ്ട്. മൈനസ്, കാരണം ഇത് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഇത് ക്ലോക്ക് വൈസ് മൊമെൻറ്റുമാണ്. അപ്പോൾ അത് സൈന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ഏത് വേണമെങ്കിലും പോസിറ്റീവ് ആക്കി എടുക്കാം. അപ്പം ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ ഹിയർ ഈ ഒരു കൺസെപ്റ്റിൽ വെയിറ്റ് എന്ന് പറയുന്ന W ഇൻറ്റു ആ ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ദ റെഫറൻസ് ഈസ് 1 മീറ്റർ ആണ്. ടോട്ടൽ ഹാഫ് 1/2 മീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 0. കണ്ടല്ലോ. അങ്ങനെയെങ്കിൽ F1 ഇൻറ്റു 2√2 ഇസ് ഈക്വൽ ടു എത്രയാണ്? W/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F1 ഇസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ 4√2. ദാറ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് എന്ന് പറയുന്നത് ഇതാ
weighing 20 kilogram എന്നാണ്. So let us write it as 200 Newton divided by 4 root 2. So it is 25 root 2. Okay. അതായത് എം ജി ആണ് ഡബ്ല്യു കേട്ടോ. അപ്പോൾ 20 × 10 ആണ് എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് 9.8. ഇൻ ദി NCERT they may consider it as 9.8. that difference will be there here. Okay. അപ്പോൾ ഇവിടെ നമുക്കിപ്പം അവിടെ നിങ്ങൾ 9.8 എടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. കാരണം ഞാനിവിടെ 10 എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ F1 നമുക്ക് കിട്ടി. അപ്പോൾ F1 25 root 2 ആണെങ്കിൽ F എത്ര തന്നെയാണ്? 25 root 2 ആണ്. ഇനി നമുക്ക് NW ഇല്ല കണ്ടുപിടിക്കണം. അപ്പോൾ N is equal to എത്രയാണ്? W എന്നാണ് പറഞ്ഞിരിക്കുന്നത്. N is equal to W. അപ്പോൾ W എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാമല്ലോ W എത്രയാണ്? ഇറ്റ്സ് ഓൾറെഡി എത്രയാണ്? 200 എന്ന് നമുക്ക് കിട്ടും. സോ N is equal to എത്രയാണ്? W which is equal to എത്ര കിട്ടി നമുക്ക്? 20 × 10 which is equal to നമുക്ക് എത്ര കിട്ടി? 200 Newton. സോ ഇറ്റ്സ് യുവർ W N-ൻ്റെ വാല്യൂ കേട്ടോ. നൗ F2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഏതൊക്കെ കിട്ടുക? F2 എന്ന് പറയുമ്പോൾ n² പ്ലസ് എത്രയാണ്? F². ശരിയല്ലേ? n² പ്ലസ് F². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറയുമ്പം ഈ 200 ആണ്, 200ൻ്റെ സ്ക്വയർ പ്ലസ് F എന്ന് പറഞ്ഞാൽ 25 root 2 ആണ്, അതിൻ്റെ സ്ക്വയർ. സോ യുവർ ആൻസർ വിൽ ബി 200 സ്ക്വയർ പ്ലസ് 25 root 2 സ്ക്വയർ. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 203 ഓക്കെ ന്യൂട്ടൺ ഫോഴ്സ് എന്ന രീതിയിൽ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് F2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് കോമ്പോണൻസ് ആണ് N-ഉം F-ഉം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈൻഡ് ദ റിയാക്ഷൻ ഫോഴ്സ് ഓഫ് ദ വാൾ ആൻഡ് ദി ഫ്ലോർ ആണ്. റിയാക്ഷൻ ഫോഴ്സ് ഓഫ് ദി വാൾ ഈസ് എത്രയാണ്? 25 root 2. അതുപോലെ തന്നെ എന്താണ്? F2 എത്രയാണ്? 203 സംതിങ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്കതിന് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ദ ആംഗുലാർ സ്പീഡ് ഓഫ് എ മോട്ടോർ വീൽ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 1200 RPM to 3120 RPM in 16 seconds. What is its angular acceleration, assuming the acceleration to be uniform? Second question is, how many revolutions does the engine make during this time? അപ്പോൾ ഇവിടെ RPM എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന റവല്യൂഷൻസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ദാറ്റ് ഇസ് ഫ്രീക്വൻസി. And the duration is mentioned there, that is 16 seconds is mentioned there. You are supposed to get the value of angular acceleration. Time is mentioned. Okay. Frequency is also given. You are supposed to get the value of angular acceleration. Since you know that the rotational analogy of the equation of motion, omega is equal to omega naught plus alpha into t. Hope you remember this equation. Here alpha you are supposed to calculate. Then what is alpha? Alpha is equal to omega minus omega 0 divided by t. Okay. So what is omega? That is 2 pi okay nu 1 2 pi nu 0 divided by t. Okay. Now look here. Nu 0 is equal to എത്രയാണ്? 1200 RPM എന്നാണ് പറയുന്നത് അല്ലേ? That is equal to 1200 divided by 60 okay RPS എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ on solving this you will get it is equal to 20 Hertz. ഓക്കെ. അതായത് നിങ്ങളുടെ ഇനീഷ്യൽ ഫ്രീക്വൻസി എത്രയാണ്? 20 ഹെർട്സ് ആണെങ്കിൽ nu 1 is equal to 3120 divided by 60. That is equal to നിങ്ങൾക്ക് ഇത് 0 കട്ട് ചെയ്തേക്കാം. നമുക്ക് എത്ര കിട്ടും? ഈ കാണുന്ന പോലെ 52
52 ഓക്കെ ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ 52 ഹെർട്സ് എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ nu2 എന്ന് പറയുന്നത്. ഓക്കെ ഇഫ് സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ 2 pi into nu1 minus nu0 whole divided by 16. So 2 pi into what is the value of nu1? 52 minus what is the value of nu0? 20 whole divided by നമുക്ക് എന്ത് കൊടുത്തേക്കാം 16 എന്ന് കൊടുത്തേക്കാം. So it is 2 pi into it's 32 divided by 16. So your answer is 4 pi. Okay, so you got the value of alpha as 4 pi. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 12 point something ഉണ്ടാവും. ഓക്കെ how many revolutions does the engine make during this time? ഈ സമയം കൊണ്ട് എത്ര റെവല്യൂഷൻസ് ഈ എൻജിൻ എന്ത് ചെയ്യും നടത്തിയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ആൽഫ വാല്യൂ 4 പൈ ആണ്. നമുക്ക് നമ്പർ ഓഫ് എന്താണ് റെവല്യൂഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്മോൾ n ഇസ് ഈക്വൽ ടു ബൈ നമുക്ക് എന്ത് കൊടുത്തേക്കാം 2 പൈ എന്ന് കൊടുത്തേക്കാം. തീറ്റ ബൈ 2 പൈ. തീറ്റ ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ആ തീറ്റ വാല്യൂ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ഒമേഗ 0t പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ഇതാണല്ലോ നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഇതിൽ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ 2 പൈ ഇൻറ്റു nu0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഓക്കെ ഇൻറ്റു എത്ര കിട്ടി നമുക്ക് 16 പ്ലസ് ടൈം 16 സെക്കൻഡ്സ് ആണല്ലോ പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ വാല്യൂ ഈസ് 4 പൈ ഇൻറ്റു 16 സ്ക്വയർ. ഓക്കെ സോ ഓൺ സോൾവിങ് ദിസ് വൺ നിങ്ങൾക്കറിയാം നമുക്ക് ഇവിടെ 2 ഇൻറ്റു 20 ഇൻറ്റു 16 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 64. ഓക്കെ 640 പൈ പ്ലസ് 2 പൈ ഇൻറ്റു 256 റെഡി അല്ലേ? 16ൻ്റെ സ്ക്വയർ അല്ലേ 256. സോ ഇറ്റ്സ് 640 പൈ പ്ലസ് 512 pi. If so, if you are adding 512 pi with this 640 pi, your answer is 1152 pi. അപ്പോൾ നിങ്ങളുടെ തീറ്റ വാല്യൂ എത്ര കിട്ടി? 1152 pi എന്ന് കിട്ടി തീറ്റ വാല്യൂ. നൗ n is equal to എത്ര കിട്ടിയത് മക്കളെ? 1152 pi divided by 2 pi. You can cut the pi approximately. നമുക്ക് എത്ര കിട്ടും? So 1152 ഓക്കെ കറക്റ്റ് ആണ്. 1152 by 2 എന്ന് പറയുമ്പം അപ്രോക്സിമേറ്റ്ലി നമുക്കറിയാം ഇത് 2 കൊണ്ട് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ 576. ഓക്കെ 576 എന്ത് ചെയ്തിട്ടുണ്ടാവും റെവല്യൂഷൻസ് ദ എൻജിൻ മേക്സ് ഡ്യൂറിങ് ദിസ് ടൈം. ഓക്കെ സോ ദാറ്റ് ഇസ് ദ ആൻസർ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. A cord of negligible mass is wound round at the rim of a flywheel of mass 20 kg and radius 20 cm. A steady pull of 25 Newton is applied on the cord as shown in the figure is given there. The flywheel is mounted on a horizontal axis with frictionless bearings. The first question is compute the angular acceleration of the wheel. Once again the same alpha they were asking. B, find the work done by the pull when 2 meter of the cord is unwound.
C. Find also the kinetic energy of the wheel at this point. Assume that the wheel starts from rest. And final, compare answers to the part B and C. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 ക്വസ്റ്റ്യനാണ് ഉള്ളത് അല്ലേ. നാലാമത്തത് ജസ്റ്റ് കമ്പയർ ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ആംഗുലാർ ആക്സലറേഷൻ ഓഫ് ദ വീൽ. ആംഗുലാർ ആക്സലറേഷൻ ഓഫ് ദ വീൽ. ഇവിടെ നമുക്ക് വീലിൻ്റെ മാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് 20 കിലോഗ്രാം ആൻഡ് വി അപ്ലൈങ് 25 ന്യൂട്ടൺ ആൻഡ് ഹിയർ ദ റേഡിയസ് ഇസ് ഗിവൻ 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. അതായത് ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഐ ആൽഫ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോർക്ക് ഡിവൈഡഡ് ബൈ ഐ ആയിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇത് എ കോഡ് നെഗ്ലിജിബിൾ മാസ് വൂണ്ട് അറൗണ്ട് ദ റിം ഓഫ് എ ഫ്ലൈ വീൽ. റിം ഓഫ് എ ഫ്ലൈ വീൽ, ഫ്ലൈ വീലിൻ്റെ റിമ്മാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഇനേർഷ്യയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? എം ആർ സ്ക്വയർ ബൈ 2 ആണ്. റിങ് അല്ല, റിം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സൈക്കിളിൻ്റെ ഒക്കെ വീലുണ്ടല്ലോ, അതുപോലെയാണ് നമുക്ക് റിം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യാം. ഫ്ലൈ വീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എൻജിൻ, വാഹനങ്ങളുടെയൊക്കെ എൻജിൻ്റെ ഉള്ളിൽ ആ എൻജിനെ നമുക്ക് വേണ്ടത്ര ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ഡിസ്ക് തന്നെയാണ് അത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ് അബൌട്ട് ദിസ് സെൻറ്റർ ഓഫ് മാസ് ഐ വിൽ ബി എം ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ആസ് പെർ ദ കോൺസെപ്റ്റ് ഈസ് ഫോഴ്സ് ഇൻ ടു എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ എത്രയാണ്? എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 2FR ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം? എം ആർ സ്ക്വയർ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് 20 സെൻറ്റിമീറ്റർ, ദാറ്റ് വിൽ ബി 0.2 മീറ്റർ എന്ന് കൊടുത്തേക്കാം. ഫോഴ്സിൻ്റെ വാല്യൂ ന്യൂട്ടൺ 20 അല്ലേ, ന്യൂട്ടൺ 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ് ഈസ് ഓൾസോ ഗിവൺ 20 കിലോഗ്രാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്തോളൂ. സോ 2F ഡിവൈഡഡ് ബൈ എം ആർ ഓക്കെ വിൽ ബി ദ ആൽഫ വാല്യൂ. നമുക്ക് കൊടുത്തു നോക്കാം 2 × 25 ഡിവൈഡഡ് ബൈ 2 × 25 ഡിവൈഡ് മാസ് ഈസ് 20 കിലോഗ്രാം. 20 × റേഡിയസ് ഈസ് 0.2. 20 സെൻറ്റിമീറ്റർ ആണ് 0.2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ 50 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. 2 × 2 എന്ന് കിട്ടും, 4 കിട്ടും. സോ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 12.5 ഓക്കെ എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? ആംഗുലാർ ആക്സലറേഷനാണ്, ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പം റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൺക്ലൂഡ് ചെയ്യാം. സോ ദിസ് ഇസ് ആൻസർ ടു ദ ഫസ്റ്റ് പാർട്ട്. നൗ ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ പുൾ വെൻ 2 മീറ്റർ ഓഫ് ദ കോഡ് ഈസ് അൺവൂണ്ട്. അപ്പോൾ വർക്ക് ഡൺ, ഇപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. W ഇസ് ഈക്വൽ ടു F ഇൻറ്റു എന്താണ്? R ആണ്. ഫോഴ്സ് എത്രയാണ്? 25 ആണ്. എത്രയാണ് പുൾ ചെയ്തിരിക്കുന്നത്? 2 മീറ്റർ ആണ്. 2. So it is equal to 50 joule. Work done is 50 joule. Okay. Any third question, find also the kinetic energy of the wheel at this point. Assume that the wheel starts from rest. അപ്പോൾ വീൽ അല്ലേ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ K is equal to നമുക്ക് എന്ത് കൊടുക്കാം? ½ × I × omega square അല്ലേ, ½ × I × omega square. അപ്പം ഇതിൽ ½ I × ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ I എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ എന്താണ്? വെലോസിറ്റിയാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒമേഗയുടെ വാല്യൂ നമുക്ക് പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി എന്ന് കൊടുക്കാം. ആൽഫ ഇൻറ്റു ടി എന്ന് പറയുന്ന സമയത്ത് ഓൾസോ ഫൈൻഡ് ദ കൈൻഡ്. ഇവിടെ ടൈം നമുക്ക് ഇവിടെ പറയുന്നതിന് പകരം എന്താണ്? ഡിസ്റ്റൻസ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒമേഗയുടെ വാല്യൂ നമുക്ക് ഏത് രീതിയിൽ എടുക്കാൻ പറ്റും നമ്മളൊന്ന് നോക്കണം. കാര്യം ഇവിടെ ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇപ്പം ഒമേഗ ഇസ് ഈക്വൽ ടു നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, ഒമേഗ നോട്ട് ഇൻറ്റു ആൽഫ ടൈംസ് ഓഫ് ടി.
ഇവിടെ റെസ്റ്റ് എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പ്രത്യേകം പറയുന്നതുകൊണ്ട് ω0 തന്നെയാണ്. ആൽഫ ടൈംസ് ഓഫ് ടി വരും. ആൽഫയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 12.5 എന്ന് കണ്ടുപിടിച്ചു. ടി നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു ω0t പ്ലസ് ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ടി ഇല്ലാത്തൊരു കണ്ടീഷനിൽ പിന്നെ ടി ഉള്ളൊരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊരു സ്റ്റുപ്പിഡിറ്റിയാണ്. ലീവ് ഇറ്റ്. ആൻഡ് ദ ഫൈനൽ ഇക്വേഷൻ ഈസ് ω² ഇസ് ഈക്വൽ ടു ω0² പ്ലസ് 2 ആൽഫ ഇൻറ്റു തീറ്റ. 2 ആൽഫ ഇൻറ്റു തീറ്റ ഇതാണ്. അപ്പോൾ ഇതിൽ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓൾസോ ഫൈൻഡ് ദ കൈനറ്റിക് ഓഫ് വീൽ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെൻ യു പുള്ള് 2 മീറ്ററാണ് നിങ്ങൾ പുള്ള് ചെയ്യുന്നത്. 2 മീറ്റർ പുള്ള് ചെയ്യുമ്പം നിങ്ങൾ അവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എത്രയാണ്, 50 ജൂളാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ പുള്ള് ചെയ്തിരിക്കുന്നത്, 2 മീറ്ററാണ്. അപ്പോൾ 2 മീറ്റർ ഡിവൈഡഡ് ബൈ എത്രയാണ് റേഡിയസ്, 0.2 മീറ്ററാണ്. സോ യു വിൽ ഗെറ്റ് എത്രയാണ് തീറ്റ 10 റേഡിയൻ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ½ എന്നുള്ള ഇക്വേഷനകത്തേക്ക് ഒമേഗയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ω² ഇസ് ഈക്വൽ ടു 0² പ്ലസ് 2 ഇൻറ്റു ആൽഫയുടെ വാല്യൂ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി 12.5 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു എത്രയാണ് നമുക്ക് 10 എന്ന് കിട്ടും. സോ ഇറ്റ്സ് 125. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 250 എന്ന് കിട്ടും അല്ലേ. 125 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു എത്രയാണ് 250 എന്ന് കിട്ടും. സോ ω² ഈസ് 250 എന്ന് കിട്ടി. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഇക്വേഷനിൽ 1/2 ഇൻറ്റു ഈ മൊമെൻറ്റിനേഷ്യ mr²/2 ആയിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒന്ന് റീറൈറ്റ് ചെയ്ത് വെക്കാം. എം മാസാണ്, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 20 ഇൻറ്റു 0.2. R എന്ന് പറയുമ്പം 0.2² ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 10 ഇൻറ്റു നമുക്ക് എത്ര കിട്ടും, 0.04 എന്ന് കിട്ടും. ഇറ്റ് ഇസ് ഈക്വൽ ടു 0.4 ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്, മൊമെൻ്റ് ഇനേഷ്യ കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് 0.4 ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം, ഈ ω² 250 ആണ്. ഓക്കെ, 250 ആണ്. സോ ഇറ്റ്സ് എത്ര കിട്ടി നമുക്ക്, 0.2 ഇൻറ്റു 250 അല്ലേ. 0.2 എന്ന് പറയുമ്പോൾ 1/5 ആണ്. അപ്പോൾ 1/5 ഇൻറ്റു 250 ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. സോ കൈനറ്റിക് എനർജി ഈസ് 50. Now the last question is compare answers to part B and C. B and C. B എന്താ, വർക്ക് ഡൺ ബൈ വൈൽ പുള്ളിങ് 2 മീറ്റർ ആണ്. അത് എത്രയാണ്, 50 ജൂൾ കിട്ടി. അതുപോലെ തന്നെ എന്താണ് ഇവിടെ കൈനറ്റിക് എനർജിയാണ് 50 ജൂളാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഇതിനകത്ത് നമുക്ക് നോൺ കൺസർവേറ്റീവ് ആയിട്ടൊരു കണ്ടീഷൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ വർക്കും കൈനറ്റിക് എന്താണ് സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ സ്ലിപ്പിങ്ങോ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്തില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദീസ് ക്വസ്റ്റ്യൻസ്.